ഇതിനെ നമുക്കങ്ങ് വെട്ടിയെടുക്കാം. ഒരു കൈ മതി. ഇത് വേണ്ട. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതെല്ലാം മൂത്തു. കറുവ നമ്മൾ കറിക്കകത്തോട്ട്. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. പിച്ചാത്തിയും പിടിച്ചോണ്ടാണ് ഹായ് പറയുന്നത്. നിങ്ങൾ ഓർക്കും ഇത് എന്നതാ ഇവർക്ക് ഈ പിച്ചാത്തിപ്പണിയേ ഉള്ളൂന്നല്ലേ? പിച്ചാത്തിപ്പണി ഇന്നും ഉണ്ട്. എന്നാണെന്നറിയാവോ? ഇന്നും ചേമ്പും ചാനയും കണ്ടിക്കല്. ഇന്നും ചേമ്പിൻ്റെ കൈ വെട്ടാൻ പോവാം. എന്തിനാണെന്നറിയാവോ? ഒരു നാടൻ കറി വെക്കാൻ കാണിച്ചു തരാം. ചേമ്പൻ താളിട്ട് ഒരു നാടൻ കറി, അത് കാണിക്കാം. അതിനാണ് ഇന്ന് വെട്ടാൻ പോകുന്നത്. ബാ നമുക്ക് പോയി വെട്ടാം. ഇതിനെ നമുക്കങ്ങ് വെട്ടിയെടുക്കാം. ഒരു കൈ മതി. ഇത് വേണ്ട. വലുതാണോ? ഇതോ ഇതിനകത്ത് കുഞ്ഞുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പന്താഴതേ വെട്ടിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം മതി. നല്ല താള വടിയായിട്ട് കുത്തിയും പിടിക്കാം. അത്രയുണ്ട്. ഇത് ഒരെണ്ണം മതി. നമുക്ക് ഒരു നാടൻ കറി വെക്കാം. നാടൻ കറി, പഴയ കാലത്തെ നാടൻ കറി ഉണ്ടാക്കാം. അതിനാണ് ഈ വടിയും പിടിച്ച് ഞാനിവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയാലോ? ഇതിനെ നമുക്ക് മോരൊഴിച്ച് ചാറ് വെക്കാം. അങ്ങനെ നമുക്കൊരു താളും മോരും കൂടെ കൂടിയ ഒരു നാടൻ കറി. ബാ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അപ്പൊ നമ്മളെ ആ ചേമ്പുന്നാൾ അഴിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ മുറിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരിയുമ്പോൾ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് പളക്കുന്ന കഴുകുന്നില്ല. ചൊറിയും. വെള്ളം അധികം ഇത് പറ്റത്തില്ല. ഞാനിത് കൊണ്ട് മുറിച്ചിട്ടെല്ലാം വൃത്തിക്ക് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പൊളിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുവാണ്. ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ പൊളിച്ച് കളയണം. ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുത്ത് കളയണം. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ മുറിച്ചിടാം. മുറിച്ചിട്ടിട്ട് ഇങ്ങനെ അരിയാം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അരിഞ്ഞിടാം. ഇതൊക്കെയാണ് നമ്മുടെ നാടൻ കറികൾ. കാരണം എന്നുള്ളത് അതും ഇതെല്ലാം ഇത് പഴയ കാലം തൊട്ടുള്ള കറികളാണ്. പഴയ കാലത്തെ കാരണവന്മാർ, നമ്മുടെ പൂർവ്വ മാതാപിതാക്കളൊക്കെ ഈ കറികളൊക്കെ ഉപയോഗിച്ച് അവർ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നു, ചോറുണ്ടൊക്കെ ഇരുന്നത്. മോരൊഴിച്ച് ഇതൊക്കെ താളിട്ട് കറി വെക്കും, വാഴക്കയിട്ട് കറി വെക്കും, കുമ്പളങ്ങ, വെള്ളിരിക്ക, ഇങ്ങനെയെല്ലാം മോരൊഴിച്ച് കറി വെക്കും ഓരോന്ന്. ഇതൊക്കെ നാടൻ കറികൾ. അത് കാരണം അവർക്കൊന്നും രോഗമില്ലാതൊക്കെ ഇരുന്നത്. ഇപ്പം ഇങ്ങനത്തെ കറികളൊക്കെ അറിയാവുന്നവർ വെക്കും, അറിയത്തില്ലാത്തവർ വെക്കൂല. അത്രയേ ഉള്ളൂ കുഴപ്പം. ഇതൊക്കെ നല്ല കറിയാണ് ഞാൻ വെക്കുന്നത്. ദൂരെ ചോറുണ്ണാനും പറ്റും ഇത് കൂടെ കറിയിൽ കൂട്ടി. ഈ ചെമ്മനാളൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുക കേട്ടോ. നല്ല കറിയാണ്. നല്ല വായ്ച്ചവയില്ലാത്തവർക്ക്, രുചിയില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ നല്ല കറിയാണ്. അപ്പോൾ നമുക്ക് മുഴുവനൊന്ന് അരിഞ്ഞെടുക്കാം അല്ലേ? ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചേമ്പന്താൾ അരിഞ്ഞു കഴിഞ്ഞു. അതിൽ ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ടു, 2 പച്ചമുളക് കയറിയിടുവാണേ. മോരൊഴിച്ച് കറി വെക്കാനല്ലേ, അപ്പോൾ പച്ചമുളകൊക്കെ ഇടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ ഒരിച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുക്കളയിലോട്ട് വെച്ച് വേവിക്കുക. കരിയാപ്പിലയൊക്കെ ഞാൻ കുറച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കരിയാപ്പില ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരിത്തിരി വെള്ളം ഒഴിച്ച് അതിന് വേകാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പോവാം. വേവിട്ട് അവിടെ ഇരുന്നു. അപ്പോഴത്തേനും നമുക്ക്
അരച്ചിടാം. അപ്പോൾ നമ്മൾ താളിനുള്ള അരയ്ക്കാനുള്ള സാധനം എടുത്തു. തേങ്ങ, ഇച്ചിരി ജീരകം, ഒരിച്ചിരി കാന്താരിപ്പൊടി, മഞ്ഞൾ, 2 വെളുത്തുള്ളി കഷ്ണം, ഒരിത്തിരി മല്ലിപ്പൊടി. അത്രയും കൂട്ടി അങ്ങോട്ട് അരയ്ക്കുവാണ്. ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു തുള്ളിയെ. മല്ലിപ്പൊടിയുടെ ആവശ്യമില്ലാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ താള് വെന്തിട്ടുണ്ട്. അതിൻ്റെ അരച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താള് റെഡിയായി. ഇറക്കിട്ടല്ലോ. അപ്പോൾ നമ്മുടെ താള് കറി അരപ്പ് ചേർത്ത് ഇവിടെ തിളച്ചിട്ടുണ്ട്. നമ്മൾ എന്നാ പറഞ്ഞത്, നമ്മുടെ നാടൻ കറിയാണിത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? താള് മോരൊഴിച്ചാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് മോരടിച്ച് വെച്ചു, മോരൊഴിക്കുന്നു. ഉടച്ച മോര്. ഇനി കറി തിളപ്പിക്കാനില്ല, തിരിഞ്ഞു പോയി തിളപ്പിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മോരൊഴിച്ചു. അപ്പോൾ നമ്മുടെ മോരൊഴിച്ച കറി ഇവിടെ റെഡി. അപ്പോൾ നമ്മൾ കടുക് താളിക്കാൻ പോവാണ്. എണ്ണ ചൂടാകുന്നു. എണ്ണ ചൂടായി കഴിയുമ്പം കടുക് ഇട്ട് കൊടുക്കുന്നു. താളും മോരും കറിക്ക് കടുക് താളിക്കാം. കടുക് പൊട്ടി വരുമ്പം ഒരു 2 ഉലുവ ഇട്ട് കൊടുക്കുന്നു. 2 ഉലുവ, 2-3 ഉലുവ. ഉലുവ മൂത്ത് വരുമ്പം ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി ഇട്ട് കഴിയുമ്പം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതെല്ലാം മൂത്തു. കറിവേപ്പില നമ്മൾ കറിക്കകത്തോട്ട് അങ്ങനെ താളിച്ചൊഴിച്ചു. കറി ഇച്ചിരി നേരം മൂടി വെക്കുന്നു. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ഇളക്കി നോക്കാം. കടുക് പൊട്ടിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചേമ്പും താള് മോരൊഴിച്ചുള്ള കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു നാടൻ കറിയാണ് ചേമ്പും താള് മോരൊഴിച്ചുള്ള കറി. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ട് വരാൻ നോക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.